ഹായ് ഓൾ വെൽക്കം ടു PSC വോയിസ്. കറണ്ട് അഫയേഴ്സിലെ റീസെൻറ്റ് ഹോട്ട് ടോപ്പിക് ആയിട്ടുള്ള ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ജോഗ്രഫിക്കൽ ലൊക്കേഷൻ നോക്കാം. കേരളത്തിലെ കണ്ണൂർ ജില്ലയിലാണ് ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 55 ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന സങ്കേതമാണിത്. ആറളം വന്യജീവി സങ്കേതം അതിരുകൾ പങ്കിടുന്നത് കർണാടകയിലെ ബ്രഹ്മഗിരി വന്യജീവി സങ്കേതവുമായിട്ടും കൊട്ടിയൂർ വന്യജീവി സങ്കേതവുമായിട്ടും നോർത്തേൺ വയനാട് ഫോറസ്റ്റ് ഡിവിഷനുമായിട്ടുമാണ്. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന പുഴയാണ് ചീങ്കണ്ണിപ്പുഴ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രഹ്മഗിരി നിരകളിൽ നിന്ന് ഉത്ഭവിച്ച് ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന പുഴയാണ് ചീങ്കണ്ണിപ്പുഴ. 1984 ആറളത്തെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുന്നത്. നിത്യഹരിത വനങ്ങളും അർദ്ധനിത്യഹരിത വനങ്ങളും നിറഞ്ഞൊരു പ്രദേശമാണ്. അതായത് എവർഗ്രീൻ ഫോറസ്റ്റും സെമി എവർഗ്രീൻ ഫോറസ്റ്റും നിറഞ്ഞൊരു പ്രദേശമാണ്. പശ്ചിമഘട്ടത്തിൻ്റെ ഒരു ഭാഗമാണ് ആറളം വന്യജീവി സങ്കേതം. പശ്ചിമഘട്ടത്തെ യുനെസ്കോ വേൾഡ് നാച്ചുറൽ ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് 2012 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി സ്ലെൻഡർ ലോറിസ് എന്ന് പറയുന്ന ഒരു ജീവിവർഗം ആറളം വന്യജീവി സങ്കേതത്തിൽ കാണപ്പെടുന്നു. സ്ലെൻഡർ ലോറിസിൻ്റെ മലയാളം കുട്ടിത്തേവാങ്ക് എന്നാണ്. അതായത് വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ സ്കെഡ്യൂൾ 1 അതീവ സുരക്ഷ വേണ്ടുന്ന ജീവജാലങ്ങളുടെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ജീവിവർഗമാണ് സ്ലെൻഡർ ലോറിസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് വാർത്തയിൽ? കേരളം ആറളം വന്യജീവി സങ്കേതത്തിൻ്റെ പേര് ഔദ്യോഗികമായി മാറ്റി. പുതിയ പേര് എന്താണ്? ആറളം ബട്ടർഫ്ലൈ സങ്കേതം എന്നാണ്. ഇതോടെ കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമായി ഇത് മാറി. ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും ചിത്രശലഭങ്ങളുടെ സംരക്ഷണത്തിനും പ്രാധാന്യം നൽകുന്ന തീരുമാനമാണ് ഇത്. പ്രഖ്യാപനം വന്യജീവി സംരക്ഷണ നിയമം 1972 വകുപ്പ് 18(1) പ്രകാരമാണ്. എന്താണ് വകുപ്പ് 18(1) എന്ന് നോക്കാം. അതായത് വകുപ്പ് 18(1) പ്രകാരം സംസ്ഥാന സർക്കാരിന് ഏതെങ്കിലും ഒരു പ്രദേശം വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കാൻ നിയമപരമായ അധികാരമുണ്ട്. വന്യജീവികളുടെ സംരക്ഷണം, പരിപാലനം എന്നിവ ഉറപ്പാക്കുന്നതിനാണ് ഈ പ്രഖ്യാപനം. ഇത്തരമൊരു പ്രദേശത്തിന് പാരിസ്ഥിതികപരമായും സസ്യശാസ്ത്രപരമായും മൃഗശാസ്ത്രപരമായും ഭൗമശാസ്ത്രപരമായും പ്രാധാന്യം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വന്യജീവികളുടെയും അവയുടെ ആവാസ വ്യവസ്ഥയുടെയും സംരക്ഷണം ഈ വകുപ്പിൻ്റെ പ്രധാന ലക്ഷ്യമാണ്. വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുന്ന പ്രദേശം മുമ്പൊരിക്കലും റിസർവ്ഡ് ഫോറസ്റ്റോ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റോ ആയി പ്രഖ്യാപിച്ചിട്ടുള്ളതാകരുത്. ആ ഒരു നിബന്ധനയും കൂടിയുണ്ട്. പാരിസ്ഥിതിക പ്രാധാന്യം നോക്കാം. കേരളത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 372 ചിത്രശലഭ ഇനങ്ങളിൽ 266 ഇനങ്ങളും ഈ ഒരു ആറളം വന്യജീവി സങ്കേതത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാന ചിത്രശലഭ ഇനങ്ങളാണ് സ്പോട്ട് സ്വോർഡ് ടെയിൽ, ബുദ്ധ പീകോക്ക്, റെഡ് ഹെലൻ, ബ്ലൂ മോർമൺ, മലബാർ റോസ്, ആൽബട്രോസ്, ഡാനൈൻ എന്നീ ചിത്രശലഭ ഇനങ്ങൾ. നിരവധി ചിത്രശലഭ ഇനങ്ങൾ 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ സ്കെഡ്യൂൾ 1 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഉയർന്ന സംരക്ഷണ പദവി വേണ്ട ജീവിവർഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവയാണ്. കഴിഞ്ഞ 25 വർഷത്തിലേറെയായി വലിയ തോതിൽ ചിത്രശലഭ കുടിയേറ്റം, അതായത് ബട്ടർഫ്ലൈ മൈഗ്രേഷൻ അഥവാ വിങ്ഡ് മൈഗ്രേഷൻ എന്നൊക്കെ പറയും, അത് ആറളം വന്യജീവി സങ്കേതത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2025 ജാനുവരി 11 ഈ ഒരു സങ്കേതത്തിലൂടെ 8 ലക്ഷത്തിലധികം കോമൺ ആൽബട്രോസ് ചിത്രശലഭങ്ങൾ കടന്നു പോയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 2025 ജാനുവരി 11 ഈ ഒരു സങ്കേതത്തിലൂടെ 8 ലക്ഷം കോമൺ ആൽബട്രോസ് ചിത്രശലഭങ്ങൾ കടന്നു പോയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മഡ് പുഡ്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ആറളം വന്യജീവി സങ്കേതത്തിൽ കാണപ്പെടുന്നുണ്ട്. അതായത് മണ്ണിനടിയിലെ ധാതുക്കൾക്കായിട്ട് മണ്ണിലെ ചിത്രശലഭങ്ങൾ കൂട്ടമായി വന്നിരിക്കുന്നതിനെയാണ് മഡ് പുഡ്ലിംഗ് എന്ന് പറയുന്നത്. മണ്ണിനടിയിൽ നിന്ന് സോഡിയം പോലുള്ള അവശ്യധാതുക്കളും അമിനോ ആസിഡുകളും ഒക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് അവയുടെ പ്രത്യുൽപാദനത്തിനും നിലനിൽപ്പിനും വളരെ പ്രധാനമാണ്. സംരക്ഷണവും ഭാവി പദ്ധതികളും. അതായത് ചിത്രശലഭങ്ങളുടെ സംരക്ഷണം ശക്തിപ്പെടുത്തുക, അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുക, ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആറളത്തെ ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ സമൂഹ പങ്കാളിത്തം ഉറപ്പുവരുത്തുക. ഇനി ഒരു ബട്ടർഫ്ലൈ വില്ലേജ് വികസിപ്പിക്കുക. അതായത് കേളകം, കൊട്ടിയൂർ, ആറളം, മുഴക്കുന്ന് ഈ ഒരു 4 പഞ്ചായത്തുകളെ കൂട്ടിച്ചേർത്ത് ഒരു ബട്ടർഫ്ലൈ വില്ലേജ് വികസിപ്പിച്ചെടുക്കുക. ബോധവൽക്കരണവും ഔട്ട്റീച്ച് പരിപാടികളും സംഘടിപ്പിക്കുക. ഒരു എക്കോ ടൂറിസം, പരിസ്ഥിതി സൗഹാർദ്ദ ടൂറിസം പ്രദേശത്ത് പ്രോത്സാഹിപ്പിക്കുക.
അതുപോലെ തന്നെ സുസ്ഥിര പദ്ധതികളിലൂടെ പ്രാദേശിക സമൂഹങ്ങൾക്ക് ജീവികോപാധി അവസരങ്ങൾ സൃഷ്ടിക്കുക. ഇതൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ. ഇനി കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദ ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറി ഇൻ കേരള. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് വെസ്റ്റേൺ ഘട്ട് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്. It was renamed as Kerala's first butterfly sanctuary to highlight its rich butterfly diversity. It is known for the annual mass migration of the common albatross butterfly. Which of the statements given above are correct? 1 only, 2 only, 1 and 3 only, 1, 2 and 3 only. So first one നോക്കാം. It is the part of Western Ghats biodiversity hotspot. കറക്റ്റ് ആണല്ലേ. അതുപോലെ തന്നെ കേരളാസ് ഫസ്റ്റ് ബട്ടർഫ്ലൈ സാങ്ച്വറി ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. തേർഡ് നോക്കുക, ആൽബട്രോസ് ബട്ടർഫ്ലൈൻ്റെ ഒരു ആനുവൽ മാസ് മൈഗ്രേഷൻ ഉണ്ട്. നമ്മൾ പറഞ്ഞു 8 ലക്ഷത്തിലധികം ആൽബട്രോസ് ബട്ടർഫ്ലൈസ് ഈ സങ്കേതത്തിലൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ ഓപ്ഷൻ 1, 2 and 3 ആർ കറക്റ്റ്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഹോട്ട് ടോപ്പിക്സുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.